ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ. നമ്മൾ പഠിച്ചായിരുന്നു വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ റെസിസ്റ്റൻസ്. ഒന്ന് ലെങ്ത്, ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ. രണ്ട് ഏരിയ, ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. മൂന്ന് ടെമ്പറേച്ചർ. നാല് നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ അതിൽ ടെമ്പറേച്ചറിൻ്റെ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓംസ് ലോ ഡിറൈവ് ചെയ്തു, എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അവിടെ നമ്മൾ V/I ഈസ് ഈക്വൽ ടു ആർ എന്നെഴുതി. ആറിൻ്റെ വാല്യൂ എത്രയായിരുന്നു? ml/ne²A എത്രയാണ്? ആർ ഈസ് ഈക്വൽ ടു ml/ne²A എന്നായിരുന്നു. ഇതിൽ എം മാസാണ് ഇലക്ട്രോണിൻ്റെ, എൽ കണ്ടക്ടറിൻ്റെ നീളമാണ്, എൻ യൂണിറ്റ് വോളിയത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്, ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്, എ എന്ന് പറയുന്നത് ഏരിയയാണ്, ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം. ഇത് റിലാക്സേഷൻ ടൈം രണ്ട് കൊളിഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള കണ്ടീഷനെ അടിസ്ഥാനമാക്കിയാണ് ആർ ഈസ് ഈക്വൽ ടു ml/ne²A എന്ന് എഴുതിയത്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ ആ എമ്മും എല്ലും എന്നും ഇയും എയും അതെല്ലാം കോൺസ്റ്റൻറ്റുകളായിരിക്കും. എന്നാൽ റിലാക്സേഷൻ ടൈം എന്തായിരിക്കില്ല? കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. എന്തുകൊണ്ട്? ആ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ മെറ്റാലിക് കണ്ടക്ടറിലുള്ള ഇലക്ട്രോണുകളുടെ വൈബ്രേഷണൽ കൈനറ്റിക് എനർജി, തന്മാത്രകളുടെ ഗതികോർജ്ജം കൂടും. അത് വളരെ പെട്ടെന്ന് കൂട്ടിയിടിക്കാൻ തുടങ്ങും. വളരെ പെട്ടെന്ന് കൂട്ടിയിടിച്ചാൽ കൂട്ടിയിടിക്കാൻ ആവശ്യമായ സമയം കുറയും. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. നോക്കിയേ, ഇഫ് ടെമ്പറേച്ചർ ചേഞ്ചസ് ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു, ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, 1/τ എന്ന് കിട്ടും. നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ കൊളിഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് ഓഫ് ദി മെറ്റാലിക് കണ്ടക്ടർ ബിക്കം മോർ ഫ്രീക്വൻറ്റ്. ഇതാണ് മോർ ഫ്രീക്വൻറ്റ്. ഫ്രീക്വൻസി ഓഫ് കൊളിഷൻ, ഒരു സെക്കൻഡിലെ കൊളിഷൻ്റെ എണ്ണം കൂടുന്നു എന്നാണ്. അതായത് കൂട്ടിയിടിക്കാൻ ആവശ്യമായ സമയം കുറയുന്നു. ആസ് എ റിസൾട്ട് റിലാക്സേഷൻ ടൈം ഡിക്രീസസ്. അപ്പോൾ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/τ ആയാൽ റിലാക്സേഷൻ ടൈം കുറഞ്ഞാൽ ഉറപ്പായിട്ടും ആര് കൂടും? റെസിസ്റ്റൻസ് കൂടും. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു ചാലകത്തിൻ്റെ പ്രതിരോധത്തിന് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോണുകൾ പെട്ടെന്ന് കൂട്ടിയിടിക്കുന്നു. കൂട്ടിയിടിക്കാൻ ആവശ്യമായ സമയം കുറയുന്നു. റെസിസ്റ്റൻസ് റിലാക്സേഷൻ ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് സമയം കുറയുന്നതിനാൽ, റിലാക്സേഷൻ ടൈം കുറയുന്നതിനാൽ ആ കണ്ടക്ടറിൻ്റെ പ്രതിരോധം കൂടുന്നു. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം. When temperature increases, the resistance of a metallic conductor increases. Why? Because R is proportional to 1/τ. When temperature increases, the frequency of collision of electron increases. As a result, relaxation time decreases and hence resistance increases. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പ്രവർത്തിച്ചാൽ മതി. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/τ എന്ന് എഴുതുക. എന്താണ് കണ്ടീഷൻ? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോണുകളും അയണുകളും തമ്മിലുള്ള കൊളിഷൻ്റെ എണ്ണം കൂടുന്നു, വളരെ പെട്ടെന്ന് കൂട്ടിയിടിക്കുന്നു. അപ്പോൾ കൂട്ടിയിടിക്കാൻ ആവശ്യമായ സമയം കുറയുന്നു. സമയം കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുന്നു. ഇതാണ് കൺസെപ്റ്റ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുന്ന ടൈം ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്? ആൽഫ എന്നാണ് അതിൻ്റെ സിമ്പൽ. നമ്മൾ പഠിച്ചു ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു ചാലകത്തിൻ്റെ പ്രതിരോധം കൂടുന്നു, അല്ലേ? അപ്പോൾ ഗ്രാഫ് എന്തായിരിക്കും? ഒരു പരാബോളിക് ഷേപ്പിലാണ് നമ്മൾ വരച്ചു വച്ചിരിക്കുന്നത്. ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റാലിക് കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ആസ്, അതിൻ്റെ ഗ്രാഫാണ് വരച്ചു വെച്ചിരിക്കുന്നത്. കണ്ടോ? RT ഗ്രാഫ്, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഗ്രാഫ്, അല്ലേ? 0 അവിടുത്തെ റെസിസ്റ്റൻസ് ആണ് R0. മുകളിലോട്ട് കണ്ടോ RT. നമ്മുടെ ഗ്രാഫ് പരാബോളയാണ്. കണ്ടോ? ടെമ്പറേച്ചർ എക്സ് ആക്സിസിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ 0യും അടുത്തത് സ്മോൾ ടി ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ RT എന്നും കാണിച്ചിരിക്കുന്നു. നമ്മുടെ ഗ്രാഫ് ഒരു പരാബോളയാണ്. നമുക്ക് പറയാം ദ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ദ എബവ് ഗ്രാഫ് ഈസ് RT ഈസ് ഈക്വൽ ടു R0 × 1 + α_t, അല്ലേ? Y ഈസ് ഈക്വൽ ടു AX² + BX + C. ആ പാറ്റേണിലാണ് പരാബോലയുടെ ഇക്വേഷൻ വരുന്നത്.
ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ഇവിടെ ഉപയോഗിക്കുന്ന ടേം റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ആർ ടി എന്ന് പറയുന്നത് R0 × 1 + α t + βt² അങ്ങനെ പോകും. അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് ടൈം മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ആ T² എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ വാല്യൂ ആയിട്ട് വരും. അതുകൊണ്ട് നമുക്ക് അത്ര മതി കേട്ടോ. RT = R0 × 1 + α t. ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്തു. R0 × 1 R0 പ്ലസ് R0 × α t അല്ല R0 α t എന്ന് എഴുതി. ഞാൻ R0 ഇടതുവശത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ RT - R0 എന്ന് പറയുന്നത് R0 α t എന്ന് കിട്ടി. നമുക്ക് ആൽഫ കണ്ടെത്താം. RT - R0/R0t. അത് നിങ്ങളുടെ പുസ്തകത്തിലെ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ഞാനത് എങ്ങനെ വരുന്നു എന്നാണ് പറഞ്ഞത്. അത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. ആൽഫയുടെ ഉത്തരം എഴുതി വയ്ക്കുക. ആൽഫ എത്രയാണ്? RT - R0/R0t, where alpha is called temperature coefficient of resistance. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് നമ്മൾ യൂണിറ്റ് കണ്ടെത്താൻ മുകളിൽ ഓമാണ്, താഴെ ഓമാണ്. 1 ഡിഗ്രി സെൽഷ്യസ് കൂടി വരും. ഓം വെട്ടിപ്പോവും. ഡിഗ്രി സെൽഷ്യസ് മുകളിൽ പോവുകയാണെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ⁻1 അല്ലെങ്കിൽ ഡിഗ്രി കെൽവിൻ ⁻1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആൽഫയെ ഡിഫൈൻ ചെയ്യുന്നതിലേക്ക് നമുക്ക് പോകാം. എന്താണ് ആൽഫ? RT - R0/R0 × t. നമ്മളൊരു ലോഹത്തെ ഒരു കോപ്പർ വയർ എടുത്തിട്ട് 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ അതിനെ പതുക്കെ ചൂടാക്കി. അങ്ങനെ ചൂടാക്കിയപ്പോൾ നമുക്ക് അതിന് ഓരോ പർട്ടിക്കുലർ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തു. ആ റെസിസ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ ഗ്രാഫ് വരച്ചപ്പോൾ ഗ്രാഫിൻ്റെ പരാബോള കിട്ടി. ആ പരാബോളിൽ വരുന്നൊരു കോൺസ്റ്റൻ്റ് ആയിരുന്നു ആൽഫ. ആൽഫയുടെ ഉത്തരം എന്ന് പറയുന്നത് RT - R0/R0t എന്ന് കിട്ടി. ആൽഫയുടെ പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഈ ആരാണ് RT - R0? ഒരു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആരാണ് R0? റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ആരാണ് T? 0, 1, 2, 3, 4, 5 അല്ലേ, അങ്ങനെ പോകുന്ന സ്മോൾ ടി ആണ്. അപ്പോൾ ഓരോ യൂണിറ്റ് ഡിഗ്രി റൈസിനെയും എക്സ് ആക്സിൽ സൂചിപ്പിക്കുന്ന ഓരോ യൂണിറ്റ് ടെമ്പറേച്ചർ റൈസിനെയുമാണ് ആ T സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഉത്തരം T - 0 0ത്തിന് വിലയില്ലാത്തതുകൊണ്ടാണ് ഞാനത് T എന്ന് എഴുതിയത്. രണ്ട് ഡിഫറൻറ്റ് ടെമ്പറേച്ചർ ആയിരുന്നെങ്കിൽ ആ T എന്ന് പറയുന്നത് T1 - T2 എന്നാണ് എഴുതേണ്ടത്. അത് മാത്തമാറ്റിക്കൽ പ്രോബ്ലം പാർട്ട് വരുന്നതാണ്. നമുക്കപ്പോൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആൽഫ ഡിഫൈൻ ചെയ്യാം. It is defined as the increase in resistance per resistance at 0 degree Celsius per unit degree rise of temperature. അപ്പോൾ എന്തിനാണ് ഈ പെർ എന്ന് പറയുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ? റേഷ്യോ എടുക്കുക. ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് RT - R0 ഡിവൈഡ് ചെയ്യുക. അതുകൊണ്ട് റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ വീണ്ടും അത് തിയററ്റിക്കലി കറക്റ്റ് ആക്കണമെങ്കിൽ വീണ്ടും ഡിവിഷൻ പറയണം. അതിനാണ് വീണ്ടും പെർ യൂണിറ്റ് ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ടു ദി റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് യൂണിറ്റ് ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയണം. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ പെർ റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് പെർ യൂണിറ്റ് ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതാണ് ആൽഫയുടെ ഡെഫിനിഷൻ. പ്രോബ്ലം പാർട്ടാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഒരു മെറ്റൽസ് അല്ലേ, മെറ്റൽസിൻ്റെ ആൽഫ കണ്ടെത്തി. അപ്പോൾ ആൽഫയുടെ ഉത്തരം നമ്മൾ കിട്ടി? ഒരു പോസിറ്റീവ് വിലയായിട്ട് കിട്ടും, ഒരു പോസിറ്റീവ് നമ്പറായിട്ട് കിട്ടും. നമ്മൾ ആൽഫ കണക്കാക്കാൻ നമുക്കറിയാം അല്ലേ? 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ വരെ ഒരു മെറ്റലിനെ ചൂടാക്കുക, അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിനെ അടിസ്ഥാനമാക്കി നമുക്ക് ആൽഫ കണ്ടെത്താൻ പറ്റും. ഫോർ മെറ്റൽസ് ആൽഫ ഈസ് പോസിറ്റീവ്. ആൽഫ പോസിറ്റീവാണ്. പോസിറ്റീവിൻ്റെ അർത്ഥം ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു എന്നാണ്. ഇറ്റ്സ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? എല്ലാ ലോഹങ്ങളുടെയും ആൽഫ പോസിറ്റീവാണ്. അതിൻ്റെ അർത്ഥം ടെമ്പറേച്ചർ കൂടുമ്പോൾ ലോഹങ്ങളുടെ പ്രതിരോധം കൂടും. എന്നാൽ സെമി കണ്ടക്ടേഴ്സ് അർദ്ധജാലങ്ങൾ എടുക്കാം. അവയുടെ ആൽഫ കണ്ടെത്തിയാൽ ഉത്തരം നെഗറ്റീവ് കിട്ടും. ഓക്കെ, ഞാൻ താഴെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ടോ? അതാണ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഗ്രാഫ്. ആ ഗ്രാഫ് കണ്ടോ? പരാബോള തന്നെ താഴേക്കാണ് വരുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ്. അപ്പോൾ എന്താണ്? സെമി കണ്ടക്ടേഴ്സിൻ്റെ ആൽഫ നെഗറ്റീവാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇറ്റ്സ് റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ അർദ്ധചാലകങ്ങളുടെ പ്രതിരോധം കൂടുന്നു. ഓക്കെ, അതിൻ്റെ അർത്ഥം ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവാണ്.
എന്നാൽ മൂന്നാമത്തെ കണ്ടീഷൻ ഫോർ അലോയ്സ് ലൈക്ക് കോൺസ്റ്റൻറ്റൻ ഓർ മാംഗനിൻ. ആ പേര് പ്രത്യേകം പഠിച്ചോളണം. ചില ലോഹസങ്കരങ്ങളാണ്. ഒന്നേതാണ് കോൺസ്റ്റൻറ്റൻ. ഓക്കെ, അടുത്ത ആളുടെ പേരെന്തിനാണ്? മാംഗനിൻ. ഇവയുടെ ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി വെരി സ്മോൾ, ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ, വളരെ ചെറുതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ടെമ്പറേച്ചർ എത്ര കൂടിയാലും റെസിസ്റ്റൻസിൽ മാറ്റമില്ല. ഇറ്റ്സ് റെസിസ്റ്റൻസ് ഡസ് നോട്ട് വേരി വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ മാറിയാൽ റെസിസ്റ്റൻസ് മാറില്ല. ഓക്കെ, അപ്പോൾ എന്താ പ്രത്യേകത? അതുകൊണ്ട് സോ ദേ ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസസ്. എന്താണ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്? നമ്മൾ പല പരീക്ഷണങ്ങളിലൂടെയും എന്താണ് റെസിസ്റ്റൻസ് അല്ലേ, പല സബ്സ്റ്റൻസിൻ്റെയും എന്താണ് റെസിസ്റ്റൻസ് കണ്ടെത്തും. അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഡിവൈസുകളിൽ കറണ്ട് കടത്തിവിട്ടാണ് കണ്ടെത്തുന്നത്. കറണ്ട് കടത്തിവിടുമ്പോൾ താപം ഉൽപ്പാദിപ്പിക്കപ്പെടും. ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. അങ്ങനെ റെസിസ്റ്റൻസ് കൂടുന്ന പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റ് റെസിസ്റ്റൻസ് അളക്കാൻ പറ്റില്ല. കാരണം ഹൈ കറണ്ട് കടന്നു പോയാൽ കിട്ടുന്ന ഉത്തരം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള മീറ്റർ ബ്രിഡ്ജിലും അതുപോലെ തന്നെ പൊട്ടൻഷ്യോമീറ്റർ, അതൊക്കെ നമ്മുടെ പ്രാക്ടിക്കലാണ്. എന്താണ് മീറ്റർ ബ്രിഡ്ജ്, അതുപോലെ പൊട്ടൻഷ്യോമീറ്റർ, ഈ പ്രാക്ടിക്കലൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിൽ ചില റെസിസ്റ്റൻസ് വയറുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ വയറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ലോഹസങ്കരങ്ങൾ കൊണ്ടാണ്. ആരൊക്കെയാണ്? കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ മാംഗനിൻ. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി വെരി സ്മോൾ. എന്താ അതിൻ്റെ അർത്ഥം? ടെമ്പറേച്ചർ കൂടിയാൽ അതിൻ്റെ റെസിസ്റ്റൻസിൽ മാറ്റമില്ല. അതുകൊണ്ട് കൃത്യമായ പ്രതിരോധം നമുക്ക് അളക്കാൻ പറ്റും. സോ ദേ ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസസ്. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പുള്ള ടോപ്പിക്കിൽ നമ്മൾ അലുമിനിയം അല്ലെങ്കിൽ കോപ്പർ മെറ്റൽസിൻ്റെ എന്താണ് ആർ ടി ഗ്രാഫ്, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതൊരു പരാബോളയാണ്. അതുപോലെ സെമി കണ്ടക്ടറിൻ്റെ ആർ ടി ഗ്രാഫ് നമുക്ക് ഈ പടത്തിൽ കാണാം, പഠിച്ചു വയ്ക്കുക. ഇനി നിക്രോം അല്ലേ, നിക്രോം എന്ന് പറയുന്നത് നമ്മുടെ അയൺ ബോക്സിലും ഇലക്ട്രിക് കേറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് ഫിലമെൻ്റ് ആണ്. അതിൻ്റെ പ്രത്യേകത ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അതുകൊണ്ട് ഗ്രാഫ് ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫുകൾ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയണം. അങ്ങനെ ഒരു മെറ്റലുമായി അസോസിയേറ്റ് ചെയ്ത ടെമ്പറേച്ചർ കുറച്ച് ഒരു ക്രിട്ടിക്കൽ വാല്യൂ, ഓക്കെ, അതിനെ ട്രാൻസിഷൻ ടെമ്പറേച്ചറാണ് എന്നാണ് പറയുന്നത്. ആ ടെമ്പറേച്ചർ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ മെറ്റലിൻ്റെ പ്രതിരോധം പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകും. ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി. അങ്ങനെയുള്ള ചാലകങ്ങളെ വിളിക്കുന്ന പേരാണ് അതിചാലകങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പോൾ എന്താണ്, നമുക്ക് സിമ്പിളായി ഇങ്ങനെ പറയാം. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓൾസോ ഇൻക്രീസസ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. It loses its resistance completely. This phenomenon is called superconductivity. ഞാൻ എങ്ങനെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, പഠിക്കാൻ പറ്റുമോ നോക്കുക. ദ ഫിനോമിനൻ ഓഫ് കംപ്ലീറ്റ് ലോസ് ഓഫ് റെസിസ്റ്റൻസ് ബൈ certain metals or alloys when they are cooled below a certain temperature is called superconductivity. ചില ലോഹങ്ങളെ അല്ലെങ്കിൽ ലോഹസങ്കരങ്ങളെ ഒരു നിശ്ചിത താപനിലയ്ക്ക് താഴെ നമ്മൾ എന്ത് ചെയ്യാണ്, കൂൾ ചെയ്താൽ, തണുപ്പിച്ചാൽ ആ പദാർത്ഥത്തിൻ്റെ പ്രതിരോധം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. ദ കംപ്ലീറ്റ് ലോസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ദ കംപ്ലീറ്റ് ലോസ് ഓഫ് റെസിസ്റ്റിവിറ്റി ബൈ സർട്ടൈൻ മെറ്റൽസ് ആൻഡ് അലോയ്സ് വെൻ ദേ ആർ കൂൾഡ് ബിലോ എ സർട്ടൈൻ ടെമ്പറേച്ചർ ഈസ് കാൾഡ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഞാൻ അങ്ങനെ എഴുതാൻ കാരണം എന്താണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പരീക്ഷിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ? ഏത് താപനിലയിലാണോ ഒരു നോർമൽ കണ്ടക്ടർ സൂപ്പർ കണ്ടക്ടറായിട്ട് മാറുന്നത് ആ താപനിലയാണ് നമ്മൾ ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് അണ്ടർഗോസ് എ ട്രാൻസിഷൻ ഫ്രം നോർമൽ കണ്ടക്ടർ ടു ദി സൂപ്പർ കണ്ടക്ടർ ഈസ് കാൾഡ് ട്രാൻസിഷൻ ഓർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് അണ്ടർഗോസ്
A transition from normal conductor to the superconductor is called a transition or critical temperature. കേട്ടോ, ഞാൻ സൂപ്പർ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഗ്രാഫാണ് ആ പടുത്തി വരച്ചിരിക്കുന്നത്. കണ്ടോ, നമുക്ക് വലതുവശത്ത് നിന്ന് തുടങ്ങാം, ക്യാപിറ്റൽ ടി അല്ലേ, അവിടെ നിന്ന് ടെമ്പറേച്ചർ കുറയുന്നതായിട്ട് നോക്കുക. അപ്പോൾ കണ്ടോ, റെസിസ്റ്റൻസ് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈനിൽ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്നു. കണ്ടോ, നാലിന് തൊട്ടടുത്തായിട്ട് എന്ത് സംഭവിച്ചു, ആ പദാർത്ഥത്തിൻ്റെ റെസിസ്റ്റൻസ് 0 അത് മെർക്കുറിയാണ് പദാർത്ഥം, പഠിച്ചു വയ്ക്കുക. HG 4.2 കെൽവിനിൽ HG മെർക്കുറി എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ മെർക്കുറി ഇരിക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കുറയ്ക്കുകയാണ്. അത് കുറച്ച് 4.2 കെൽവിൻ എത്തിയാൽ മെർക്കുറിക്ക് പ്രതിരോധമില്ല, അതെന്തായിട്ട് മാറി, സൂപ്പർ കണ്ടക്ടറായിട്ട് മാറി. അപ്പോൾ ഈ പ്രതിഭാസമാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഫോർ പ്രൊഡ്യൂസിങ് ഹൈ മാഗ്നറ്റിക് ഫീൽഡ്സ്. വളരെ വലിയ മാഗ്നറ്റിക് ഫീൽഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കറണ്ട് കടത്തിവിട്ടിട്ടാണ്. അപ്പോൾ കറണ്ട് കടത്തിവിടുമ്പോൾ ആ കടത്തിവിടുന്ന കറണ്ടിൽ ഭൂരിഭാഗവും ഹീറ്റ്, താപമായി നഷ്ടപ്പെട്ടു പോകും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. പക്ഷേ നമ്മളവിടെ സൂപ്പർ കണ്ടക്ടറുകളിലാണ് കറണ്ട് കടത്തിവിടുന്നത് എങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. നമ്മൾ കടത്തിവിടുന്ന മൊത്തം കറണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാഗ്നറ്റിക് ഫീൽഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്താണ് ആപ്ലിക്കേഷൻ? ദേ ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഹൈ മാഗ്നറ്റിക് ഫീൽഡ്സ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ അല്ലേ. നമ്മൾ സാധാരണ പോസ്റ്റ് വഴി അലുമിനിയം വയേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതിന് വില കുറവായതുകൊണ്ടും വെയിറ്റ് കുറവായതുകൊണ്ടുമാണ് നമ്മൾ അലുമിനിയം കേബിളുകൾ ഉപയോഗിക്കുന്നത്. അതിന് പകരം സൂപ്പർ കണ്ടക്ടറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഊർജ്ജ നഷ്ടം ഉണ്ടാവില്ല അല്ലേ. എന്തുകൊണ്ടാണ് ഈ അലുമിനിയമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സൂപ്പർ കണ്ടക്ടറിന് പ്രതിരോധം ഇല്ല. അതുകൊണ്ട് സൂപ്പർ കണ്ടക്ടറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഊർജ്ജ നഷ്ടം കൂടാതെ ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ വിത്തൗട്ട് എനർജി ലോസ്. ഓക്കെ, എന്താണ് അപ്പോൾ ഇങ്ങനെ പറയുക, ഓക്കെ, ട്രാൻസ്മിറ്റിംഗ് ഇലക്ട്രിക് പവർ വിത്തൗട്ട് എനർജി ലോസ്. ഇൻ ലോങ് ഡിസ്റ്റൻസ് ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ്. അടുത്ത മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദ സ്റ്റോറേജ് ഓഫ് മെമ്മറി ഇൻ ഹൈ സ്പീഡ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു കമ്പ്യൂട്ടർ എടുക്കുക, അതിൽ നമ്മൾ ശരിക്കായിട്ട് തീർച്ചയായിട്ടും ഒരു ചെറിയ കോപ്പർ വയറുകളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ കോപ്പർ വയറിന് പകരം സൂപ്പർ കണ്ടക്ടിങ് മെറ്റൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഭയങ്കര ഫാസ്റ്റ് ആണെന്നാൽ അതിനേക്കാൾ ഒരു പ്രതിരോധവുമില്ലാതെ വളരെ പെട്ടെന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽ പാസ് ചെയ്യും. പിന്നെ സൂപ്പർ ഫാസ്റ്റ് കണ്ടക്ടറുകൾ നിർമ്മിക്കുവാനും അതുപോലെ അതിനകത്തുള്ള മെമ്മറി സ്റ്റോറേജിനും. ഓക്കെ, ഫോർ ദ സ്റ്റോറേജ് ഓഫ് മെമ്മറി ഇൻ ഹൈ സ്പീഡ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, സൂപ്പർ കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ആപ്ലിക്കേഷൻസ്. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് സൂപ്പർ കണ്ടക്ടറുകൾ? പ്രതിരോധമില്ലാത്ത കണ്ടക്ടറുകൾ. ടെമ്പറേച്ചർ വളരെ താഴ്ന്ന താപനിലയിലാണ് പദാർത്ഥങ്ങൾ സൂപ്പർ കണ്ടക്ടറായിട്ട് മാറുന്നത്. ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മീസ്നർ എഫക്റ്റ്. എന്താണ് മീസ്നർ? MEISSNER, മീസ്നർ എഫക്റ്റ്. മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിലും ഇത് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിസത്തിലൊരു കൺസെപ്റ്റാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഫിഗറിൽ കുറേ പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് കണ്ടോ, അത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് പോലെ തന്നെയാണ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു സൂപ്പർ കണ്ടക്ടറാണ്, ആ നീല ഫിഗറിൽ കാണുന്നത്. ഇപ്പോഴത്തെ അവിടുത്തെ ടെമ്പറേച്ചർ T ഈസ് ഗ്രേറ്റർ ദാൻ TC ആണ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് ശരിക്കും നമ്മുടെ സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് കാന്തിക ബെൽറേകൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആ പദാർത്ഥത്തിനകത്ത് കൂടി പാസ് ചെയ്യും. നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാകുന്നുണ്ടായ പാരാ ആൻഡ് ഫെറോ മാഗ്നറ്റിസം. സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു കാന്തം വികർഷിക്കുന്ന പദാർത്ഥങ്ങളാണ് ഡയാമാഗ്നറ്റിക്. ഒരു കാന്തം ചെറുതായിട്ട് ആകർഷിക്കുന്ന പദാർത്ഥങ്ങളാണ് പാരാമാഗ്നറ്റിക്. ഒരു പദാർത്ഥത്തെ കാന്തിക ഫീൽഡിൽ വെച്ചാൽ അത് പൂർണ്ണമായിട്ടും ഒരു കാന്തമായി തീരുകയാണെങ്കിൽ അവയെ നമുക്ക് ഫെറോ മാഗ്നറ്റിക് എന്ന് വിളിക്കാം.
നമ്മുടെ രണ്ടാമത്തെ പടത്തിൽ തന്നിരിക്കുന്നത് ശരിക്കും ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ പടമാണ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനകത്ത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെച്ചാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആ പദാർത്ഥത്തിനകത്ത് കൂടി കടന്നു പോകും. എന്നാൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് വെച്ചത് എങ്കിൽ തീർച്ചയായിട്ടും ആ പാരലായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആ പദാർത്ഥത്തിന് വെളിയിലൂടെ ചുറ്റി സഞ്ചരിക്കും. അത് റിപ്പൽഷനെയാണ് സൂചിപ്പിക്കുന്നത്, വികർഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ സൂപ്പർ കണ്ടക്ടറിനെ നമ്മൾ ആ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതിലൂടെ കടന്നുപോയി. എന്നിട്ട് ആ പദാർത്ഥത്തിൻ്റെ താപനില അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ താഴെ ആക്കിയപ്പോൾ ആ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് ആ പദാർത്ഥത്തിന് ചുറ്റും വികർഷിച്ച് പോയി. അപ്പോൾ അതെന്തായിട്ട് മാറി? നമ്മുടെ സൂപ്പർ കണ്ടക്ടർ ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറി. ഈ പ്രതിഭാസമാണ് ശരിക്ക് മീസ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മീസ്നർ എഫക്റ്റ്? ഒരു സൂപ്പർ കണ്ടക്ടറിനെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ആ പദാർത്ഥത്തിൽ നിന്നും പുറത്തേക്ക് വികർഷിച്ച് പുറത്തു കൂടി എന്ത് ചെയ്യും? സഞ്ചരിക്കും. അതായത് നമ്മുടെ സൂപ്പർ കണ്ടക്ടർ ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ആ പ്രതിഭാസമാണ് മീസ്നർ എഫക്റ്റ്. അപ്പോൾ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. വെൻ എ സൂപ്പർ കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കൂൾഡ് below its critical temperature, the magnetic field lines are pushed out of the substance. That is, they become diamagnetic. This phenomenon is called Meissner effect. എന്താണ്? ഒരു സൂപ്പർ കണ്ടക്ടറിനെ, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന സൂപ്പർ കണ്ടക്ടറിനെ എന്ത് ചെയ്യുക? തണുപ്പിക്കുക, കൂൾ ചെയ്യുക. ബിലോ ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അത് സൂപ്പർ കണ്ടക്ടറായ ടെമ്പറേച്ചറിനേക്കാൾ താഴെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടായിരുന്ന കാന്തിക ബലരേഖകൾ ദേ ആർ പുഷ്ഡ് ഔട്ട് ഓഫ് സബ്സ്റ്റൻസ്, ആ പദാർത്ഥത്തിൽ നിന്നും പുറത്തേക്ക് പുഷ് ചെയ്ത് പോകും. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മാഗ്നറ്റിക് റിപ്പൽഷനെയാണ്. അത് ഏത് പദാർത്ഥമാണ് അങ്ങനെ റിപ്പൽഷൻ കാണിക്കുന്നത്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ സൂപ്പർ കണ്ടക്ടർ എന്ത് ചെയ്യുന്നു? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്ന ബിഹേവിയർ കാണിക്കുന്നു. ആ പ്രതിഭാസത്തെയാണ് മീസ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? വെൻ എ സൂപ്പർ കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ uniform magnetic field is cooled below its critical temperature, the magnetic field lines are pushed out of the substance. That is, they become diamagnetic substance. This phenomenon is called Meissner effect. അപ്പോൾ തൽക്കാലം നമ്മുടെ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ ടോപ്പിക്ക് ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുണ്ടോ അല്ലെങ്കിൽ സ്പീഡ് കൂടിപ്പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, ഗുഡ് ബൈ.